ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസം 1200 ആണ്ട് കന്നിമാസം 2-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 27-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:15 അസ്തമയം വൈകുന്നേരം 6:18 നാളത്തെ ഉദയാൽപരം തിഥി പൂർണിമ തിഥിയാണ്. പൂർണിമ തിഥി ബുധനാഴ്ച രാവിലെ 7:02 വരെ ഉണ്ടായിരിക്കും. പിന്നീട് പ്രഥമ തിഥിയാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ പകൽ സമയം ബുധനാഴ്ച ദിവസം പകൽ സമയം ഏറ്റവും കൂടുതലായിട്ടുള്ളത് പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ 7:02 അതുവരെ പൂർണിമ തിഥി ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം ബുധനാഴ്ച രാവിലെ 10:57 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ബുധനാഴ്ച രാവിലെ 10:57 വരെ പൂരുട്ടാതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരുട്ടാതി നക്ഷത്ര പ്രകാരം തിരുവോണം, പൂരാടം, വിശാഖം, ചതയം, അനിഴം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർക്ക് പൂരുട്ടാതി നക്ഷത്രപ്രകാരം ബുധനാഴ്ച രാവിലെ 10:57 വരെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. തിരുവോണം, പൂരാടം, വിശാഖം, ചതയം, അനിഴം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർക്ക് പൂരുട്ടാതി നക്ഷത്രപ്രകാരം ബുധനാഴ്ച രാവിലെ 10:57 വരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ബുധനാഴ്ച രാവിലെ 10:57 വരെ പൂരുട്ടാതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രം, അവിട്ടം, ഉത്രാടം, മൂലം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച രാവിലെ 10:57 മുതൽ ഉത്രട്ടാതി നക്ഷത്രമാണ് ആരംഭിക്കുക. പിന്നെ പകൽ കൂടുതൽ സമയം ഉത്രട്ടാതി നക്ഷത്രമാണല്ലോ. ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ 8:02 അപ്പോൾ ഈ സമയം വരെയും ഉത്രട്ടാതി നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അതുപോലെ തന്നെ ബുധനാഴ്ച രാവിലെ 10:57 മുതൽ വ്യാഴാഴ്ച രാവിലെ 8:02 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ബുധനാഴ്ച രാവിലെ 10:57 മുതൽ ഉത്രട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രം അവസാനിക്കുന്ന വ്യാഴാഴ്ച രാവിലെ 8:02 അപ്പോൾ ഈ സമയത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി എന്നീ നാളുകാർക്ക് ആണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവിട്ടം, ഉത്രാടം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, പൂരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രട്ടാതി നക്ഷത്രപ്രകാരം ബുധനാഴ്ച രാവിലെ 10:57 മുതൽ വ്യാഴാഴ്ച രാവിലെ 8:02 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പൂരാടം, ചതയം, തിരുവോണം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരാടം, ചതയം, തിരുവോണം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ബുധനാഴ്ച രാവിലെ 10:57 മുതൽ വ്യാഴാഴ്ച രാവിലെ 8:02 വരെയുള്ള ഉത്രട്ടാതി നക്ഷത്ര സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. 100% പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നല്ല, ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനി നാളെ ബുധനാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. രാവിലെ 6:15 മുതൽ 10:45 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:45 മുതൽ 4:45 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി എന്ന് പറയുന്നത് 18 അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 9 വരും. അപ്പോൾ ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ജ്യോതിഷം പറയുന്നു. സംഖ്യാ ജ്യോതിഷം പറയുന്നത് കടും ചുവപ്പ്, നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. കടും ചുവപ്പ്, നീല, കടും നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ
കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർക്കും നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. വസ്ത്രങ്ങൾ ധരിച്ചാണ് അനുകൂലമായ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഓരോ ദിവസവും ജീവിതത്തിലെ ഓരോ ദിവസവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിറങ്ങളെ സ്വാധീനിച്ചാണ് ഇവിടെ കാര്യം പറയുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും തീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിറങ്ങളുണ്ട്. ആ നിറങ്ങൾ വെച്ചാണ് അനുകൂലവും പ്രതികൂലമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവർ വളരെ താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി കേൾക്കുക. തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. സത്യസന്ധമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ വന്ന് കയ്പുനീർ കുടിക്കേണ്ട ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷവും നിത്യവും പ്രിയപ്പെട്ടവർക്ക് പങ്കുവച്ചിരുന്നത്. അത് വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം തന്നെ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തുടർച്ചയായിട്ട് മുടങ്ങാതെ വീഡിയോ കാണുവാൻ ശ്രമിക്കണമെന്നും പറഞ്ഞു തരുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഞാൻ കുടുംബസമേതം യാത്രയിലായിരുന്നതുകൊണ്ട് 2 ദിവസം വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പോൾ ബുധനാഴ്ച ദിവസം മുതലുള്ള വീഡിയോകൾ കൃത്യമായി ഇനി വന്നു ചേരും. അപ്പോൾ പ്രിയപ്പെട്ടവർ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 2 ദിവസം കുടുംബവുമായുള്ള യാത്രയായിരുന്നുകൊണ്ട് താമസിച്ച സ്ഥലങ്ങളിലൊന്നും വെച്ച് തന്നെ വീഡിയോ ചെയ്യുവാൻ റെക്കോർഡ് ചെയ്യാനൊന്നും അനുകൂലമായ സാഹചര്യങ്ങളല്ലായിരുന്നു. ശബ്ദവും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമല്ലായിരുന്നു. ശബ്ദമുഖരിതമായ ഒരു സാഹചര്യങ്ങളായിരുന്നു. എല്ലായിടത്തും ആഘോഷത്തിൻ്റേതായ ബഹളവും പാട്ടും. അപ്പോൾ അങ്ങനെ പോയ വഴിക്കെല്ലാം അതായിരുന്നത് കൊണ്ട് നമുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷം റെക്കോർഡ് ചെയ്യാൻ കിട്ടിയില്ല. അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾക്ക് നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിക്കുക. ഇനി നക്ഷത്രഫലമാണ് പറയുന്നത്. നാളത്തെ നക്ഷത്രഫലം. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. ബുധനാഴ്ച ദിവസം ബുധൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രനാണെങ്കിൽ ബലവാനായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ നാളത്തെ നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 12ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ അവർക്ക് നഷ്ടസാധ്യതകളാണ് വന്നു ചേരേണ്ടത്. പക്ഷെങ്കിൽ ബലമുള്ള ചന്ദ്രനാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. ശാരീരികവും മാനസികവുമായ സ്ഥിതി മെച്ചമായിരിക്കും. കാരണം പൂർണിമ ചന്ദ്രനാണ്. വെളുത്ത വാവിനോടനുബന്ധിച്ചുള്ള ബലമുള്ള ചന്ദ്രനാണ് അവരുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. പക്ഷെങ്കിൽ 12ാം ഭാവം എന്ന് പറയുന്നത് നഷ്ടഭാവമാണെങ്കിൽ പോലും അവിടെ ബലമുള്ള ഒരു ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ വ്യാഖ്യാനം. അപ്രകാരം നാളത്തെ ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ തിക്താനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ഈ കറുത്തവാവിനോടോ അല്ലെങ്കിൽ വെളുത്തവാവിനോടോ അനുബന്ധിച്ചു ജനനം നടന്നവർക്ക്, അതായത് ആ സമയത്തൊക്കെ ജനിച്ചവർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഈ വിമിഷ്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ആ നാളുകാർക്ക് പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ വന്നു തരാൻ സാധ്യതയുണ്ട്. കാരണം ശാരീരികവും മാനസികമായ സ്ഥിതി മെച്ചമല്ല എങ്കിൽ പിന്നെ അവർക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ട് നേട്ടമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി ഈ കുറേ ആൾക്കാർ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ജനിക്കാത്തവർക്ക് നാളത്തെ ദിവസം അവരുടെ 5ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാർക്ക് നല്ല ഫലങ്ങളെ ഒന്നും കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് പാപദോഷം വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചിങ്ങൻ രാശിയിലാണ്, പാപക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ചിങ്ങൻ രാശിയിൽ ബുധൻ നിന്നാൽ ധനവും സുഖവും ഒക്കെ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുന്നത്. ചന്ദ്രൻ 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രൻ്റെ 12ൽ ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 12 എന്നുള്ളൊരു കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ നേട്ടമൊന്നും വരാൻ സാധ്യതയില്ല. എങ്കിലും നാളത്തെ ദിവസം കഴിഞ്ഞു പോകാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞു പോകാം. ദോഷമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സൽപുത്ര ഭാഗ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രത്യേക കഴിവുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും
വിദ്യ കൊണ്ട് നേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഈശ്വരഭക്തി വർദ്ധിക്കുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അവർക്ക് 11-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് വലിയ നേട്ടത്തെ ഒന്നും കൊടുക്കത്തില്ല. എങ്കിലും 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നല്ല നേട്ടങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടവും പ്രവർത്തന വിജയവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും കുടുംബസുഖവും കുടുംബത്തെ സംബന്ധിച്ചുള്ള ധനസ്ഥിതിയൊന്നും അത്ര മെച്ചമായിരിക്കില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ചന്ദ്രൻ അവർക്ക് നേട്ടത്തെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ചന്ദ്രൻ മുഖേനയുള്ള നേട്ടങ്ങൾ, അതായത് തൊഴിൽ ഗുണം, ധനപരമായിട്ടുള്ള നേട്ടം, സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, ധനപരമായ നേട്ടം, ദാമ്പത്യ ജീവിതം, തൊഴിൽ ഗുണം, മാതൃഗുണം, അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ബന്ധുക്കളെ ശത്രുക്കളാക്കി മാറ്റുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് 10-ാം ഭാവത്തിൽ ബലമുള്ള ഒരു ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ബലമുള്ള ചന്ദ്രൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, മാതൃഗുണം ഉൾപ്പെടെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവർ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു കാര്യമാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അവർ പ്രവർത്തിച്ചാലും അവർ വിജയം കൈവരിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നീച പ്രവർത്തികൾ ചെയ്തേക്കാം എന്നുള്ളൊരു തിന്മ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖാനുഭവങ്ങളിലൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ മേഖലകളിൽ കൂടി കലാപരമായ മേഖലകളിൽ കഴിവ് തെളിയിച്ച് അംഗീകാരവും പ്രശസ്തിയും ബഹുമാനവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അവർക്ക് നാളത്തെ ദിവസം മോശമായിരിക്കുകയില്ല. അവർ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ അവർക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ സുഹൃത്തുക്കൾ മുഖേനയുള്ള ധനനേട്ടവും കുടുംബസുഖവും ഒക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഇവരെ സംബന്ധിച്ചോളം, കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം ഒരുപക്ഷെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിന്നാൽ പോലും അവർക്ക് മറ്റു രീതികളിലുള്ള, അതായത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാർക്കൊക്കെ ആണെങ്കിലും അവർക്കും ആ മേഖലകളിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അവർ തൃപ്തിപ്പെടുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ഗാനരചയിതാവ്, ഗായകർ എന്നിവരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർ നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നൊരു ദിവസമാണ്. നല്ല ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നൊരു ദിവസമാണ്. അങ്ങനെ ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ശോഭിക്കും. കലാകാരന്മാരായിട്ടുള്ളവർക്ക് ആ മേഖലയിൽ കൂടി ധനം വന്നു ചേരുവാനും അതുപോലെ തന്നെ കുടുംബസുഖം ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. പക്ഷേങ്കിൽ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിലാണല്ലോ നിൽക്കുന്നത്. പക്ഷെങ്കിൽ അതുകൊണ്ട് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഒരു സ്റ്റഡിയായിട്ടുള്ള ഗ്രോത്ത് അല്ലെ വളർച്ച ഉണ്ടാകണമെന്നില്ല. നാളത്തെ ദിവസം അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്നതോടൊപ്പം തിക്താനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് ഒരു പക്ഷേങ്കിൽ നാളത്തെ ദിവസം നല്ല പ്രവൃത്തിയും നല്ല ആശയങ്ങളും ആരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമൊക്കെ അവർക്കുണ്ടായിരിക്കും. നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടായിരിക്കും. കലാകാരന്മാരൊക്കെ ശോഭിക്കുമെങ്കിൽ പോലും അവർക്കൊരു തിക്താനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേർന്ന് അവരുടെ സുഖാനുഭവ ആ സാഹചര്യത്തെ കുറയ്ക്കുവാനും ആ സുഖാനുഭവത്തിന് കുറവ് വരുത്തുവാനും അതുപോലെ തന്നെ ഈ ബന്ധുമിത്രാദികളുടെ സഹകരണത്തിൽ കുറവ് വരുന്നു ചേരുവാനും സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് തൊഴിൽ ഗുണം വളരെ രാജകീയമായി നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം 12-ലാണ് നിൽക്കുന്നത്. 12-ൽ ബുധൻ നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യുകയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. എങ്കിലും നിൽക്കുന്നത് 12-ലല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാകും. ധനനേട്ടം, കാര്യവിജയം, വിദ്യാഗുണം എന്നിവയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ അവർക്ക്
പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം 12-ലാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കുന്ന പോയിൻ്റ്. അപ്പോൾ അവിടെ കേന്ദ്രഭാവത്തിലല്ല, 12-ാം ഭാവത്തിലാണ്. 6, 8, 12-ലൊക്കെ നിന്നാൽ, പ്രത്യേകിച്ച് 8-ലാണ് ഏറ്റവും കൂടുതൽ ദോഷം വരുന്നത്. 12-ലൊക്കെ നിന്നാൽ ചെറിയ രീതിയിലുള്ള ദോഷങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മെച്ചമായ അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് കാര്യവിജയം ഉണ്ടാകണമെന്നില്ല, ധനനേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല, വിദ്യാഗുണം ഉണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവമായിട്ട് ഒരു ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ബുധൻ നല്ല അനുഭവത്തെ കൊടുക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മനസ്സിലാക്കേണ്ടത് ധനനേട്ടം കാര്യമായിട്ട് വന്നു ചേരത്തില്ല, കാര്യവിജയം കാര്യമായിട്ട് ഉണ്ടാകത്തില്ല, വിദ്യാഗുണം കാര്യമായിട്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ ഈ ബുധൻ ഇങ്ങനെയുള്ള നേട്ടങ്ങളെ കൊടുക്കാതെ വരുമ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് അതിന് ബദലായിട്ടുള്ളൊരു സംവിധാനം വന്നു ചേരുന്നത് 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് നാളത്തെ ദിവസം കന്നിക്കൂറുകാർക്ക് ഈ കാര്യവിജയവും വിദ്യാഗുണവും ധനനേട്ടവും ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ നക്ഷത്രഫലം പറഞ്ഞു തന്നത്. കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 12-ാം ഭാവത്തിൽ നിന്നാൽ ദോഷമൊന്നും സംഭവിക്കത്തില്ല. പക്ഷെങ്കിൽ 12-ലല്ലേ നിൽക്കുന്നത്, അതെ 12-ലാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഭാവം ശുഭക്ഷേത്രമല്ല, പാപക്ഷേത്രമായതുകൊണ്ട് അവിടെ ദോഷം വരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. പക്ഷേങ്കിൽ കന്നിക്കൂറുകാരെ രക്ഷിക്കുവാൻ ചന്ദ്രൻ 7-ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖവും തൊഴിൽപരമായുള്ള നേട്ടവും മാതൃഗുണവും ധനപരമായ നേട്ടമുള്ള എല്ലാ നല്ല അനുഭവങ്ങളും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ബലമുള്ള ചന്ദ്രനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. പക്ഷെങ്കിൽ 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുധൻ ഇവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ദാമ്പത്യ ജീവിതത്തെ കൊടുക്കും. അതുപോലെ തന്നെ നല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ജാതകരെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശോഭിക്കുവാനുള്ള കഴിവ് കൊടുക്കും. അങ്ങനെ നല്ല ബുദ്ധി, നല്ല ഭാര്യ, നല്ല മക്കൾ, നല്ല കുടുംബജീവിതം, നല്ല രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മറ്റു പല ഗ്രഹങ്ങളുടെയും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ബുധൻ ഇവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 10-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ബലമുള്ള ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങിക്കുവാൻ താല്പര്യം കാണിക്കുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ ദിവസമാണ്. പണ്ഡിതരെ പോലെയൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ പണത്തിന് വലിയ പ്രാധാന്യമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് ഒറ്റവാക്കിൽ എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലങ്ങളെയൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എങ്കിലും ചിങ്ങൻ രാശിയിലല്ലേ നിൽക്കുന്നത്, മെച്ചമായിട്ടുള്ളത് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് കൊടുക്കുവാനായിട്ട് ഒരു ഗ്രഹം ബലവാനായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ അവരുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് മീനൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നിരുന്ന ദിവസമാണ്. കലാകാരന്മാർക്ക് ശോഭിക്കുന്ന ദിവസമാണ്. പ്രാസംഗികർ, ശാസ്ത്രകാരന്മാർ, അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിത സുഖം, സൽഗുണ സമ്പന്നത, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് ധനുക്കൂറുകാർക്ക് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ തൊഴിൽപരമായുള്ള ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. അഷ്ടമത്തിൽ തനിച്ചാണ്. കഴിഞ്ഞ ബുധനാഴ്ച സൂര്യനുമായിട്ടാണ് ചേർന്ന് നിന്നത്. പക്ഷെങ്കിൽ സൂര്യൻ കന്നി രാശിയിലേക്ക് മാറി ബുധൻ തനിച്ചാണിപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നാളത്തെ ദിവസം ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പ്രശസ്തിയും
അംഗീകാരമൊക്കെ അവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് വ്യാപാര വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിരുന്ന ദിവസമാണ്. നീചക്ഷേത്രമോ അല്ലെങ്കിൽ വക്രമോ മൗഢ്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ദോഷമൊന്നും മകരക്കുറുകാർക്ക് നാളത്തെ ദിവസം വന്നു ചേരുകയില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, നടുവാതം, ചതയം, പുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അവരുടെ 7ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ബുധൻ ബലവാനായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം, കുംഭക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുന്നൊരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 6ൽ നിൽക്കുന്നു. 6ൽ നിൽക്കുന്ന ബുധൻ ശത്രുത ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബന്ധുമിത്രാദികളുടെയൊക്കെ ശത്രുത വന്നു ചേർന്ന് അവർക്ക് ജീവിതത്തിൽ സ്വസ്ഥയും സമാധാനം ഉണ്ടാകുവാൻ സാധ്യതയില്ലെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തെറ്റായ രീതിയിലൊക്കെ പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്നൊരു ദിവസമായിരിക്കും. അങ്ങനെയുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മുഖേന ശത്രുതയും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് അവരുടെ ജന്മഭാവത്തിൽ ബലവാനായ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ബുധൻ കൊടുക്കുന്ന തെറ്റായ ചിന്താഗതികളെയൊക്കെ ചന്ദ്രൻ മാറ്റും. അപ്പോൾ അവർക്ക് സൽപ്രവർത്തികളും നല്ല ചിന്താഗതികളും ഒക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നത്. ബുധൻ കൊടുക്കുന്ന തിന്മകളെയെല്ലാം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നല്ലതാക്കി മാറ്റും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ബുധൻ ഇവർക്ക് മീനക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശത്രുശല്യമൊക്കെ ഉണ്ടാകും, കടബാധകളാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, രോഗത്താൽ ഭാരപ്പെടാം, അങ്ങനെ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. എങ്കിലും അതിന് ബദലായിട്ട് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. ഞാൻ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാണ് വന്നത്. വീഡിയോയുടെ അവതരണത്തിലോ എന്തെങ്കിലും പുറകുവശങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അത് ക്ഷമിക്കുക. അടുത്ത ദിവസം മുതൽ വളരെ ആക്റ്റീവായിട്ട് ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.